ഹലോ, ഗുഡ് ഈവനിങ്. എൻ്റെ വോയിസ് നിങ്ങൾ കേൾക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഓഡിബിൾ അല്ലേ, ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഹലോ 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 ഹലോ, വെരി വെരി ഗുഡ് ഈവനിങ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടുന്ന 8 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ലേ? അതിൽ 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു, ഓർമ്മയുണ്ട? യെസ്. ബിഫോർ യു പ്രേ, ബിലീവ്. അതുപോലെ ബിഫോർ യു സ്പീക്ക്, ലിസൺ. ഈ 2 കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഓർമ്മയുണ്ട് എല്ലാവർക്കും? വെരി ഗുഡ്, എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലേ? അതിന്റെ ബാക്കി 6 കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവില്ലേ? ഇനിയിപ്പം എന്തോ 6 കാര്യങ്ങൾ കൂടെ പറയാനുണ്ടല്ലോ. എന്തായിരിക്കും ആ 6 കാര്യങ്ങൾ? ഞാനൊന്ന് പറയട്ടെ, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മുടെ ജീവിതവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണത്. അതായത് പുതിയ കാലത്തിലേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ആഫ്റ്റർ കൊറോണ, നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ആണെന്ന് തോന്നുന്നു. ബിഫോർ യു സ്പെൻഡ്, ഏൺ. നമ്മൾ ചിലവഴിക്കുന്നതിന് മുമ്പ് ഏൺ ചെയ്യുക എന്നുള്ളതാണ്. എന്തും ചിലവഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ഏൺ ചെയ്യണം. അത് പൈസയാണെങ്കിലും സ്നേഹമാണെങ്കിലും മറ്റെന്താണെങ്കിലും നമ്മൾ നിരന്തരം ഏൺ ചെയ്തതിന് ശേഷമാണ് നമ്മളത് സ്പെൻഡ് ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മൾ സ്പെൻഡ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതായത് നമ്മൾ ആഗ്രഹങ്ങൾക്ക് പിറകെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സാധു മനുഷ്യന്മാരാണല്ലോ. പുതിയ ആഗ്രഹങ്ങൾ കാണുമ്പോൾ എപ്പോഴെങ്കിലും മരിച്ചു പോയാൽ പിന്നെ ഇതൊക്കെ ആരാണ്, ഇതൊക്കെ എങ്ങനെ നേടും എന്നത് ചിന്തിച്ച് നമ്മളിങ്ങനെ ഓടുകയാണ്. നമ്മൾ വരും തലമുറയ്ക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റി വെക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തിന്, അവർക്കുള്ളതൊക്കെ അവരുണ്ടായിക്കോട്ടെ എന്നൊരു ചിന്തയിലേക്കാണ് ഇപ്പോൾ പുതിയ തലമുറ ഉള്ളത്. എത്രത്തോളം ശരിയാണ്, അതിന് ശരിയും തെറ്റും ഒക്കെ വശങ്ങളുണ്ട്. എന്നാലും നമ്മൾ EMIകളൊക്കെ വന്നതിന് ശേഷം കൂടുതലും നമ്മുടെ നാട്ടിൽ കടമില്ലാത്ത ആളുകൾ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഇനിയിപ്പോൾ ഉണ്ടാവൂ. കാരണം എല്ലാവരും ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ EMIയുടെ ഒക്കെ പിറകിലാണ്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അതെ, EMI ഇല്ലാത്ത എത്ര ആളുകളുണ്ട്? വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഏൺ ചെയ്യുന്നതിനേക്കാൾ അധികം സ്പെൻഡ് ചെയ്യുന്ന ഒരവസ്ഥ പലപ്പോഴും ഉണ്ട് അല്ലേ? EMI എടുക്കുന്നു, പിന്നെ EMI അടച്ചു തീർക്കാൻ വേണ്ടി ജോലിക്ക് പോകുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഏൺ ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത്. സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഏൺ ചെയ്യാൻ ഓടുന്ന ഒരവസ്ഥ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പുതിയ കാലഘട്ടത്തിലെ മനുഷ്യരിൽ നമ്മൾ കാണുന്ന ഒരു സ്വഭാവമാണ്. ഇനി നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 2025 നമ്മളൊരു ഈ ജനുവരി മാസത്തിൽ തന്നെ നമ്മളൊരു തീരുമാനം എടുക്കുക. നമ്മൾ ആദ്യം തന്നെ ഏൺ ചെയ്യുക. ശരിക്കും നമ്മൾ അധ്വാനിച്ച് നമ്മുടെ കയ്യിൽ ഒരു വലിയ തുക നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു സേഫ് മോഡിലൂടെ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് നിലനിർത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്പെൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കാൽക്കുലേറ്റഡ് ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എപ്പോഴും നല്ലതാണ്. അതായത് എപ്പോഴും നമ്മൾ എത്ര ചെലവഴിക്കണം എന്നുള്ളതും എത്ര കയ്യിൽ വെക്കണം എന്നുള്ളതൊക്കെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ജപ്പാനിലുള്ള ഒരു ലേഡി ഉണ്ട്. അവർ ഒരിക്കൽ പറയുകയുണ്ടായി, അവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് ഒരു മന്ത് ഫസ്റ്റിലൊക്കെ സാലറി വരുമ്പോൾ തന്നെ ആ സ്പോട്ടിൽ തന്നെ ആ സാലറി സ്പ്ലിറ്റ് ചെയ്ത് വിവിധ അക്കൗണ്ടുകളിലേക്ക് മാറിയിട്ട് ഓരോ ഏരിയയിലും, ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ഡൊണേഷൻ നൽകുന്നുണ്ടെങ്കിൽ നമ്മൾ സേവിങ്സ് അക്കൗണ്ട്, അങ്ങനെ ആ ഒരു അക്കൗണ്ട് തന്നെ വിവിധ രീതിയിലേക്ക് അത് മാറിയിട്ട് നമ്മളെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടുള്ള, ടൂറിന് വേണ്ടിയിട്ടുള്ള, നമ്മുടെ ഫുഡിന് വേണ്ടിയിട്ടുള്ള, നമ്മുടെ വസ്ത്രത്തിന് വേണ്ടിയിട്ട്, വീടിൻ്റെ റെന്റിന് വേണ്ടി, അങ്ങനെ ഓരോന്നിനും ഓരോ അക്കൗണ്ട് എന്ന രീതിയിൽ അതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്ന ഒരു സിസ്റ്റം അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ നല്ലൊരു രീതിയാണ്. കാരണം നമുക്ക് നമ്മുടെ കയ്യിൽ എത്ര പൈസ ഉണ്ട് എന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എപ്പോഴും നമ്മുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അതിൻ്റെ അടിത്തറ ഉണ്ടല്ലോ, ആ അടിത്തറയെ കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഹാപ്പിനെസ്സിലൂടെ, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയും. പലപ്പോഴും ഹാപ്പിനെസ്സിന് വേണ്ടി ഒരുപാട് EMIകൾ നമ്മളിങ്ങനെ കൂട്ടി എടുത്തിട്ട് അവസാനം ആ EMI അടച്ചു തീർക്കണ്ടേ എന്നുള്ള വിഷമത്തിൽ ഉള്ള ഹാപ്പിനെസ്സും കൂടെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് മനുഷ്യന്മാർക്ക്, നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യുക, ഒന്ന് ഏൺ ചെയ്യാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുക. നമ്മൾ ചിലവഴിക്കുന്നതിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, വാങ്ങുക എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് എന്ത് ചെയ്യുക അല്ലേ? പുതിയ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകതയാണ് അല്ലേ അത്. വാങ്ങിക്കൂട്ടുക എന്നുള്ളൊരു മാനിയ നമുക്കുണ്ട് അല്ലേ? എപ്പോഴും ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുക. ഒരു കടയിൽ പോയാൽ എന്തെങ്കിലും ഒന്ന് വാങ്ങണം, ഇതൊരു മാനിയാണ്. നമുക്ക് എല്ലാത്തിനോട് വാങ്ങുക എന്നതിനോട് വല്ലാത്തൊരു ആഗ്രഹം വരിക. അപ്പം ഇതിൽ നിന്നൊക്കെ മാറി നമ്മൾ നമ്മുടെ കയ്യിൽ എത്ര ഉണ്ട് എന്നതിനെ എപ്പോഴും ഒബ്സർവ് ചെയ്ത് എപ്പോഴും നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കാൻ ശരിക്കും കഴിയും. മറ്റൊന്ന്, ബിഫോർ യു ക്വിറ്റ് ജസ്റ്റ് ട്രൈ എന്നാണ്. അതായത് നമ്മൾ ഒരു സാധനത്തെ ക്വിറ്റ് ചെയ്യുന്നതിന് മുമ്പ്, അത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, അത് നിർത്തിക്കളയുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്.
നമ്മുടെ ലൈഫിൽ നമ്മൾ നിർത്തിക്കളഞ്ഞ എന്തോരം സാധനങ്ങളുടെ ഓർമ്മയില്ലേ? നമ്മൾ തുടങ്ങി വെച്ച് ഒരിക്കലും നമ്മൾ വിജയിക്കില്ല എന്ന് തോന്നി നിർത്തിക്കളഞ്ഞ ഒരുപാട് സാധനങ്ങളില്ലേ, ഒരുപാട് കഴിവുകളില്ലേ? നന്നായിട്ടൊരു കാലത്ത് പാട്ട് പാടുന്ന ആളുകളുണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞു. ആ കാലത്ത് നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു, ഇപ്പം അതെല്ലാം നിർത്തിക്കളഞ്ഞു. നന്നായിട്ട് എഴുതുന്ന ആളുകളുണ്ടായിരുന്നു, അത് നിർത്തിക്കളഞ്ഞു. നന്നായിട്ട് വരയ്ക്കുന്ന ആളുകളുണ്ടായിരുന്നു, നന്നായിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ടായിരുന്നു, നന്നായിട്ട് ലീഡ് ചെയ്യാൻ കഴിയുന്ന ആളുകളുണ്ടായിരുന്നു, നന്നായിട്ട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ കഴിയുന്ന ആളുകളുണ്ടായിരുന്നു. ഒരുപാട് കഴിവുകളിലൂടെ നമ്മൾ ലൈഫിൽ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്കൂൾ കാലഘട്ടത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ നമ്മൾ കുറേ മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പല പ്രതിസന്ധികളും പല എക്സ്പീരിയൻസും വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അത് നിർത്തിക്കളഞ്ഞു എന്നല്ല, അല്ലെങ്കിൽ നമുക്കത് നമ്മൾ വിചാരിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിക്കാൻ കഴിയാഞ്ഞപ്പം നമ്മളത് നിർത്തിക്കളഞ്ഞു എന്നല്ല. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി, വിട്ട് കളയണ്ട. കാരണം നമ്മൾ നിർത്തിയെടുത്ത് ആരംഭിക്കുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. ആ നിർത്തുന്ന ആ ഫുൾ സ്റ്റോപ്പിനെ മറികടക്കാൻ ഭയങ്കര പണിയാണ്. എന്നാൽ അവിടെ ഒരു കോമ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും മുന്നോട്ട് എഴുതാനുള്ള സാധ്യതയുണ്ട്. കോമ നമ്മളെ മുന്നോട്ട് ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. എന്നാൽ ഫുൾ സ്റ്റോപ്പുകൾ പലപ്പോഴും അവിടെ അവസാനിച്ചു എന്നിടത്താണ്. ആ കുത്ത് ശരിക്കും നമ്മുടെ കഴിവിൻ്റെ, നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള സ്വപ്നങ്ങളുടെ ഒരു അറ്റത്തിലാണ് പലപ്പോഴും ആ കുത്ത് വന്ന് വീഴുന്നത്. അപ്പം നമ്മൾ ബിഫോർ ക്വിറ്റ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കത് കഴിയും, നമുക്ക് കഴിയാത്തൊന്നുമില്ല. മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ബ്രെയിനിലെ ഒരു പ്രത്യേക പ്രതിഭാസമാണ്, അല്ലെങ്കിൽ ഭയങ്കര മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു കഴിവെന്ന് പറയുന്നത് ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയാണ്. അതായത് നമ്മൾ നിരന്തരം പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഏതൊരു കഴിവിനെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ശരിക്കും മനുഷ്യനുണ്ട്. അതിനെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നാണ് പറയുക. അതായത് ഏതൊരു കഴിവിനെയും ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് മനുഷ്യനുണ്ട്. അതിനെ അതായത് നമ്മൾ എന്തൊരു കാര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചാലും ആ ഒരു ഏരിയയിൽ നമ്മുടെ ബ്രെയിൻ നന്നായിട്ട് ഡെവലപ്പ് ആവുകയും ആ ഏരിയയിൽ നമുക്ക് കൂടുതൽ കഴിവ് തെളിയിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. ഇപ്പം ഞാൻ നന്നായിട്ട് വരയ്ക്കാൻ ആഗ്രഹമുണ്ട്. ഞാൻ നിരന്തരം വരച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എനിക്ക് നന്നായിട്ട് വരയ്ക്കാനുള്ള കഴിവ്, ഒരു ചിത്രം വരയ്ക്കുന്ന ആളുടെ അത്ര വേഗത്തിലായില്ലെങ്കിലും പതിയെ എനിക്ക് ആ കഴിവിനെ ആർജിച്ചെടുക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇതിനെയാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നൊക്കെ പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള നമ്മൾ ക്വിറ്റ് ചെയ്ത് കളയുന്നത്. ശരിക്കും നമ്മൾ ക്വിറ്റ് ചെയ്ത് കളയണ്ട. നമുക്ക് എന്ത് ചെയ്യുക? പുതിയ കഴിവുകളെ ആർജിച്ച് എടുക്കാവുന്നതാണ്. നിങ്ങൾ റെഡിയല്ലേ? ഇപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്, ബിഫോർ യു സ്പെൻഡ് ജസ്റ്റ് ഏൺ, ബിഫോർ യു ക്വിറ്റ് ട്രൈ. 2 പോയിന്റ് പറഞ്ഞു, ഓർമ്മയില്ലേ? ഇനി 3-ാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ബിഫോർ യു റൈറ്റ് തിങ്ക് എന്നാണ്. നമ്മുടെ നാട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പിന്നെ നന്നായിട്ട് പല കാര്യങ്ങളെക്കുറിച്ചും വിമർശനാത്മകമായിട്ടും സ്വീകാര്യാത്മകമായിട്ടും അഭിപ്രായങ്ങൾ തുറന്നടിച്ചെഴുതുന്ന ആളുകളുണ്ട്. നല്ലതാണ്, തുറന്ന് എഴുതുന്ന എപ്പോഴും നല്ലതാണ്. പക്ഷേ ബഹുഭൂരിപക്ഷ ആളുകളും ശ്രദ്ധിക്കാത്തൊരു കാര്യം, ഈ സോഷ്യൽ മീഡിയയിലാണ്, അതുകൊണ്ട് എന്നെ ആരും അറിയില്ല എന്നൊരു ധാരണയിൽ എഴുതുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, നമ്മൾ ഒരു പറ്റം മനുഷ്യരുള്ള ഒരു സ്റ്റേജിൻ്റെ മുകളിൽ നിന്ന് സംസാരിക്കുന്ന അതേ രീതി തന്നെയാണ് ശരിക്കും സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഏതെങ്കിലും ഒരു സാധനത്തിന് കമൻറ്റ് ചെയ്യുന്നത്. ആ കമൻറ്റ് എത്രമാത്രം പ്രാധാന്യം ഉണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിലാണെങ്കിൽ അത് വൈറലാണ്. പലരും മനസ്സിലാക്കുന്നില്ല ഞാൻ ഈ സംസാരിക്കുന്നത് ഒരു വലിയ പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് എന്ന്. ഞാൻ എൻ്റെ അഭിപ്രായം ആ ഇമോഷനിൽ തുറന്നടിച്ച് പറയുകയാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ആലോചിക്കുകയോ അത് ശരിയാണോ തെറ്റാണോ അതിൻ്റെ ആഴത്തിൽ ചിന്തിക്കുക, ഗഹനമായ പഠനം നടത്തിയിട്ടൊന്നുമല്ല പറയുന്നത്. എനിക്ക് കിട്ടിയ, എൻ്റെ ചുറ്റുപാടിൽ നിന്ന് കിട്ടിയ, സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ കുറഞ്ഞ അറിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അവിടെ കമൻറ്റ് ചെയ്യുകയാണ്. ഞാനവിടെ അതിനെ ബ്ലോക്ക് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ ക്രാക്ക് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ നെഗറ്റീവായ അഭിപ്രായങ്ങൾ പറയുകയാണ്, പോസിറ്റീവായ അഭിപ്രായങ്ങൾ പറയുകയാണ്. അപ്പം ഇതിൻ്റെ ശരിക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യുന്നില്ല, ഞാൻ അറിയുന്നില്ല. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് അബദ്ധം പറ്റിയതായിട്ട് പലപ്പോഴും പറയാറുണ്ട്. പിന്നീടാണ് അവർ മനസ്സിലാക്കുന്നത് ഇത്രയും ആളുകൾ കണ്ടിട്ടുണ്ട്, ഞാൻ ഇത്രയും മോശക്കാരനായി എന്നൊക്കെ. അപ്പം പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ വിവാദങ്ങളും വിഷയങ്ങളൊക്കെ വന്നല്ലോ. അത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ചെയ്യുന്നതിന് വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ പറയുന്നത് അത്രയും കൃത്യമാണോ എന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എഴുതാവൂ. എഴുതുക എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഉള്ളിലുള്ളതിനെ ഒരു വലിയ പബ്ലിക്കിലേക്ക് നൽകണം, തെളിവുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് കേട്ടോ പറയുന്നതിനും എഴുതുന്നതിനും മുമ്പ് നമ്മുടെ നാവും നമ്മുടെ ബ്രെയിനും തമ്മിൽ കണക്റ്റഡ് ആണോ എന്ന് ശ്രദ്ധിക്കാൻ എപ്പോഴും പറയാറുണ്ട്, അല്ലേ? ഹൃദയം കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും, ചിലപ്പോൾ അത് ഭയങ്കര ഇമോഷണൽ ആവും. നമ്മളതിനെ ലോജിക്കുമായിട്ടും കൂടെ ഒന്ന് നോക്കേണ്ടതുണ്ട്. അതായത് നമ്മുടെ ബ്രെയിനായിട്ടും കൂടെ
അതിനെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കേണ്ടതുണ്ടെന്നാണ്. മറ്റൊന്ന് ബിഫോർ യു ഹേർട്ട് ഹീൽ എന്നാണ്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിന് മുമ്പ് അവരെ ഹീൽ ചെയ്യാൻ വേണ്ടി, അവരെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാന്നുള്ളതാണ്. അവരെയും എന്നെയും, ഞാനും അവരും സാന്ത്വനിച്ച് നിൽക്കുക, അതായത് സമാധാനത്തോടെ ഇരിക്കുക, എൻ്റെ പ്രശ്നങ്ങളെല്ലാം സമാധാനത്തോടെ പരിഹരിച്ച് നിൽക്കുക എന്നതിലേക്കാണ് ഞാൻ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത്. മറ്റുള്ളവരെ വേദനിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. അവരോടൊരു വാക്ക് പറഞ്ഞാൽ ചിലപ്പം അവർ വേദനിക്കാൻ വളരെ എളുപ്പമാണ്. ഈ സിമ്പിളാണ് ഒരാളെ വേദനിപ്പിക്കുക എന്ന് പറയുന്നത്. വേദനിപ്പിക്കുക എന്ന് പറയുന്നത് ആരും ഇഷ്ടത്തോടെ ചെയ്യുന്ന സാധനമല്ല. പലപ്പോഴും നമ്മൾ ഹീൽ ചെയ്യപ്പെടാത്തതുകൊണ്ടാണ് നമ്മൾ പലരെയും വേദനിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പലരെയും വേദനിപ്പിച്ചതിന് ശേഷം നമുക്ക് തോന്നാറുണ്ട്, വേണ്ടിയില്ലായിരുന്നു, അവരെ വേദനിപ്പിക്കേണ്ടിയില്ലായിരുന്നു, ആ സമയത്ത് എൻ്റെ ഒരു ദേഷ്യത്തിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി. എന്താ അവിടെ സംഭവിക്കുന്നത്? ഞാൻ ഹീൽ ചെയ്യപ്പെടാത്തതാണ് പ്രശ്നം. എനിക്ക് ഇമോഷൻസ് വന്നപ്പോൾ എനിക്കതിനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷൻ വന്നു. ഇമോഷൻ ഇങ്ങനെ കത്തിജ്വലിച്ച് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തിളച്ചു മറിഞ്ഞു. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പം ഞാൻ എന്തായി? ഞാൻ അവരെ ഹേർട്ട് ചെയ്തു. അപ്പം ഞാൻ അവരെ ഹേർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ സ്വയം ഹീൽ ചെയ്യപ്പെടുക. അപ്പോൾ സമാധാനം ഉണ്ടാവും. ഞാൻ അവരെയും ഹീൽ ചെയ്യുക, അപ്പോൾ അവർക്കും സമാധാനം ഉണ്ടാവും. ഹീലിംഗ് എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അതുകൊണ്ടാണ് നമ്മുടെ മൈൻഡ് ട്യൂൺ എജു ലാബ് എപ്പോഴും ഒരുപാട് പ്രോഗ്രാമുകൾ ഹീലിങ്ങിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്നത്. പ്രത്യേകിച്ചും സിംപ്ലി മെഡിറ്റേറ്റ്. ഏകദേശം ഒരു 35,000-ലധികം ആളുകൾ അറ്റൻഡ് ചെയ്ത പ്രോഗ്രാമാണ് സിംപ്ലി മെഡിറ്റേറ്റ്. അൽഹംദുലില്ലാ, ഒരുപാട് ആളുകൾ അവർ ഹീൽ ചെയ്ത് സമാധാനത്തോടെ സാന്ത്വനത്തോടെ ഇന്നും ഒരുപാട് സന്തോഷങ്ങൾ അറിയിച്ചുകൊണ്ടേയിരിക്കുന്ന പ്രോഗ്രാമാണ് സിംപ്ലി മെഡിറ്റേറ്റ് എന്ന് പറയുന്നത്. മറ്റൊന്ന്, നമ്മൾ മൈൻഡ് ബാത്ത് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടത്താറുണ്ട്. കംപ്ലീറ്റ്ലി നമ്മുടെ ഉള്ളിലെ ഇമോഷൻസിനെ ക്ലെൻസ് ചെയ്യുന്ന, പ്രത്യേകിച്ചും ഫോർഗീവ്നെസ്സിനെയും മറ്റുമൊക്കെ ഫോക്കസ് ചെയ്യുന്ന, സെൽഫ് ഫോർഗീവ്നെസ്, ഇന്നർ ചൈൽഡ് ഹീലിംഗ്, ഇതിനൊക്കെ ഫോക്കസ് ചെയ്യുന്ന മൈൻഡ് ബാത്ത് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മൾ കംപ്ലീറ്റ്ലി ഹീലിങ്ങിന് വേണ്ടി ചെയ്യുന്ന പ്രോഗ്രാമാണ്. അതുപോലെ ഇതിൻ്റെ മറ്റൊരു ഹീലിംഗ് പ്രോഗ്രാമാണ് ഒരു പരിധിവരെ നമ്മുടെ പവർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പവർ കൊണ്ട് നമ്മൾ ഹീൽ ചെയ്യപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ്. ഇനി ഇപ്പുറത്ത് നമ്മൾ എക്സോഡസ് അതുപോലുള്ള പ്രോഗ്രാമുകളും ഹീലിങ്ങിന് വേണ്ടി ലോങ് ടേം കോഴ്സാണ്. കംപ്ലീറ്റ്ലി അതായത് ലൈഫ് ലോങ് സപ്പോർട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഹീലിംഗ് ജേണി നടത്തുന്ന പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്യാറുണ്ട്. ഇതുപോലെ ജെൻസിൻ്റെ പ്രോഗ്രാം ചെയ്യാറുണ്ട്. റീഫ്രെയിം എന്ന് പറഞ്ഞിട്ട് ജെൻസിന് ഹീലിങ്ങിന് വേണ്ടിയിട്ട് നടത്തുന്ന, ലൈഫ് സ്റ്റഡിക്കൊക്കെ വേണ്ടി നടത്തുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ ഹീലിംഗ് എന്ന് പറയുന്നത് ചെറിയൊരു സംഭവമല്ല. ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് പണം ഉണ്ടാക്കിയിട്ടും ഒരുപാട് ബന്ധങ്ങളുണ്ടായിട്ടും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. ഒന്ന് നന്നായിട്ട് ഉറങ്ങാൻ കഴിയാത്ത ഒരുപാട് ആളുകളുണ്ട്. ഒന്ന് സമാധാനത്തോടെ ചിന്തകളുടെ ശല്യം ഇല്ലാതെ ഒന്ന് ഇരിക്കാൻ വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒന്ന് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ, ഒന്ന് ഹൃദയം ഒന്ന് ഫ്രീ ആയിട്ട്, ഒന്ന് തലയൊക്കെ ഒന്ന് ഫ്രീ ആയിട്ടിരിക്കാൻ, ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവർക്കൊന്നും പലപ്പോഴും ഇങ്ങനെ കഴിയാറില്ല. ഇതിനെങ്ങനെ ആളുകളെ സഹായിക്കാം എന്ന ചിന്തയിൽ നിന്നാണ് ശരിക്കും നമ്മുടെ മൈൻഡ് ട്യൂൺ എജു ലാബ് ഉണ്ടായിട്ടുള്ളത്. അപ്പം തീർച്ചയായിട്ടും മൈൻഡ് ട്യൂൺ എജു ലാബിൻ്റെ ഒരു മോട്ടോ തന്നെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും ഹീൽ ചെയ്യപ്പെടുക എന്നുള്ളതാണ്. അത് ഒരുപാട് തരത്തിൽ നമുക്ക് പടച്ചവൻ്റെ വല്ലാത്ത അനുഗ്രഹം കൊണ്ട് ഇപ്പം ചെയ്തു പോകാൻ കഴിയുന്നുണ്ട്. ഇനി നിങ്ങളൊക്കെ പ്രാർത്ഥന ഉണ്ടാവും കേട്ടോ. നിങ്ങളൊക്കെ പ്രാർത്ഥനയും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് ഇന്ന് മൈൻഡ് ട്യൂൺ എജു ലാബ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പം തീർച്ചയായിട്ടും ഇനി മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? സെറ്റല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് പറയട്ടെ. ഇപ്പം നമ്മൾ എത്ര പോയിന്റ് പറഞ്ഞു? 1, 2, 3, 4, 5, 6 പോയിന്റ് പറഞ്ഞു അല്ലേ? ഫസ്റ്റ്, ബിഫോർ യു പ്രേ ബിലീഫ് എന്നായിരുന്നു. സെക്കൻഡ്, ബിഫോർ യു സ്പീക്ക് ലിസൺ എന്നായിരുന്നു. തേർഡ്, ബിഫോർ യു സ്പെൻഡ് ഏൺ എന്നായിരുന്നു. ബിഫോർ യു ക്വിറ്റ് ട്രൈ എന്നായിരുന്നു. ബിഫോർ യു റൈറ്റ് തിങ്ക് എന്നായിരുന്നു മറ്റൊന്ന്. ബിഫോർ യു ഹേർട്ട് ഹീൽ എന്നായിരുന്നു മറ്റൊന്ന്. ഇനി ബിഫോർ യു ഗിവ് അപ്പ് ട്രൈ അഗെയിൻ എന്നാണ്. നമ്മളൊരു സാധനത്തെ, ഒരു സ്വപ്നത്തെ, ഒരു ആഗ്രഹത്തെ ഉപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കുറച്ചൊന്ന് ട്രൈ ചെയ്ത് വെക്കുക അതിനു വേണ്ടി എന്നുള്ളതാണ്. നമുക്ക് ആഗ്രഹങ്ങൾ, ഒരുപാട് ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്ന പോലെ നമ്മളൊക്കെ അല്ലേ? ആഗ്രഹങ്ങൾ കുറച്ചൊന്നുമല്ല, നമുക്ക് ഇഷ്ടം പോലെ ആഗ്രഹങ്ങളാണ്. ഈ ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സ്ഥിര പരിപാടിയാണ്. സ്ത്രീകളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും, പുരുഷന്മാരും ഓക്കെ. നമ്മൾ കല്യാണം കഴിയുമ്പോൾ ആദ്യമായിട്ട് ഉപേക്ഷിക്കുന്ന സാധനം ആഗ്രഹമാണ്. നമ്മളത് ഒരുപാട് കാലമായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന പല ആഗ്രഹങ്ങളും ഇനി നടക്കില്ല, നമുക്ക് കുറേ ബാധ്യതയായി, കുറേ ഉത്തരവാദിത്തങ്ങളായി, ഇനി നമുക്ക് ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ കുറേ ഉണ്ട് നേരിടാൻ എന്നൊക്കെ ചിന്തിച്ചിട്ട് ആഗ്രഹങ്ങളെ ഉപേക്ഷിച്ച ഒരുപാട് ആളുകളുണ്ട് അല്ലേ? ടീച്ചിങ് എന്ന് പറയുന്ന ആഗ്രഹത്തെ ഉപേക്ഷിച്ച ഒരുപാട് സ്ത്രീകൾക്ക് ഇന്ന് മൈൻഡ് ട്യൂൺ എജു ലാബിന് ജോലി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വലിയ സന്തോഷമാണ്. വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഒരുപാട് സ്ത്രീകൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിംഗ് വിങ്ങിൽ അഡ്വർടൈസറും അഡ്വർടൈസിങ് മാനേജറൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് ജോലി ചെയ്ത് വളരെ സന്തോഷത്തോടെ വരുമാനം
ഏൺ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരുപാട് സ്ത്രീകൾ ഇന്ന് മൈൻഡ് ടു എനർജി ലാബിലുണ്ട്. ഭയങ്കര സന്തോഷമാണ്. അവർക്കൊക്കെ ജീവിതത്തിൽ ഒരു ചെറിയ രീതിയിലാണെങ്കിലും അവരുടെ സ്വന്തമായിട്ട് അതൊരു 10 രൂപയാണെങ്കിൽ പോലും, 10 അല്ല, ഒരുപാട് പൈസ അവർ ഏൺ ചെയ്യുന്നുണ്ട്. അതൊരു 10 രൂപയാണെങ്കിലും സ്വന്തം അധ്വാനം കൊണ്ടുണ്ടാകുന്ന ഒരു 10 രൂപയ്ക്ക് വല്ലാത്തൊരു മൂല്യമാണ്. അതിന് ഭയങ്കര സന്തോഷം. അത് വാക്കുകൊണ്ട് പറഞ്ഞാൽ തീരുന്ന സാധനമില്ല. ശരിയല്ലേ? നമ്മളൊരു 10 രൂപയാണെങ്കിലും നമ്മളെ സ്വന്തം അധ്വാനം കൊണ്ടുണ്ടാക്കിയാൽ ഭയങ്കര സന്തോഷമല്ലേ? അതെ, അങ്ങനെ അധ്വാനിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഇന്ന് മൈൻഡ് ടു എനർജി ലാബിൽ വർക്ക് ചെയ്യുന്നത് ഭയങ്കര സന്തോഷം. നമ്മുടെ ഒരുപാട് കാലത്തെ സ്വപ്നവും കൂടിയായിരുന്നു അതാണ് ഒന്ന്. നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടതില്ല. നമ്മൾ മിറാക്കിൾ മോർണിംഗ് എന്ന് പറയുന്ന ഒരു മോർണിംഗ് പ്രോഗ്രാം തന്നെ നടത്തുന്നത് സ്വപ്നങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പലപ്പോഴും മെന്ററിംഗ്, SLM എന്ന് പറയുന്നത് നമ്മൾ മെന്ററിംഗ് കോഴ്സ് അനൗൺസ് ചെയ്തു. ഒരുപാട് ആളുകൾക്ക് മെന്റേഴ്സ് ആവാൻ, മൈൻഡ് ടു എനർജി ലാബിന്റെ മെന്റേഴ്സ് ആവാൻ, അതും പേഴ്സണൽ മെന്റേഴ്സ് ആവാൻ, നല്ല പവർഫുൾ ആയിട്ട് ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന സ്കിൽഡ് ആയിട്ടുള്ള മെന്റേഴ്സ് ആവാനുള്ള കോഴ്സ് കഴിഞ്ഞ ദിവസം നമ്മൾ അനൗൺസ് ചെയ്തു. ചെറിയ ഫീസിൽ അവർക്ക് നല്ല സപ്പോർട്ട് കൊടുത്ത് അവരെ മോൾഡ് ചെയ്തെടുക്കുന്ന, ഒരു ജീവിതത്തിൽ എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞെടുത്തുനിന്ന് അവർക്ക് തുടങ്ങാൻ പലതും ഈ സമൂഹത്തിൽ ചെയ്ത് അവരുടെ ഒരു മോട്ടിവേറ്റഡ് ആവുന്ന രീതിയിലുള്ള ഒരു നല്ല കൂട്ടത്തിലേക്ക് അവർക്ക് എത്താൻ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഇത്തരം പ്രോഗ്രാമുകളൊക്കെയും നമ്മൾ നടത്തുന്നത് അവർ ഗീവ് അപ്പ് ആവാതെ ട്രൈ അഗെയിൻ, അവരിലെ പുതിയ പുതിയ കാര്യങ്ങൾ അവർക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്യാനാണ്. ഇത് വലിയൊരു സംഭവമാണ്, വലിയൊരു കൂട്ടമാണ്. ഈ ഒരു മൈൻഡ് ടു എനർജിയിലേക്ക് നിങ്ങൾക്ക് കയറി വരാം. ഓക്കെ, ഇതിൽ കമൻറ്റ് ചെയ്യും. അപ്പോൾ ബിഫോർ യു ഗിവ് അപ്പ്, ട്രൈ അഗെയിൻ, ജസ്റ്റ് ട്രൈ ചെയ്യും, നിങ്ങൾക്ക് കയറി വരാൻ കഴിയും. അങ്ങനെ നമ്മൾ ഉപേക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്വപ്നങ്ങളൊന്നും ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. കുഞ്ഞുങ്ങളെയും ഭർത്താവിനെയും ഒക്കെ നമ്മൾ നോക്കിക്കൊണ്ട് തന്നെ, ഇനി ഭാര്യയും മക്കളെയും സംരക്ഷിച്ചിട്ടുകൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹങ്ങളിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയും. അതിനാണ് ഓൺലൈൻ സംവിധാനം. ഇത്രയും വലിയൊരു ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ലൈഫിലുണ്ട്. നമ്മൾ ഓൺലൈനിൽ എന്തൊക്കെയോ വീഡിയോസ് കണ്ടും മറ്റുമൊക്കെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന്, നമ്മൾ ആരുടെയൊക്കെയോ മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കുന്നതിൽ നിന്ന്, ആരുടെയൊക്കെയോ സ്റ്റാറ്റസുകൾ നോക്കി സമയം കളയുന്നതിൽ നിന്ന് നമ്മുടെ ആഗ്രഹങ്ങൾക്ക്, സ്വപ്നങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം നമുക്ക് മാറ്റിയൊക്കെ കഴിഞ്ഞാൽ പലതും 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 ഇനിയും നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഇനിയും വീട്ടിലിരുന്ന് ടീച്ചിങ് ചെയ്യാൻ കഴിയും. വീട്ടിലിരുന്ന് നമുക്ക് ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും. വീട്ടിലിരുന്ന് കുഞ്ഞുങ്ങൾക്ക് കരകൗശലമായിട്ട് ക്രാഫ്റ്റ് ആർട്ടുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരുപാട് കോഴ്സുകൾ നമ്മൾ മൈൻഡ് ടു എനർജി ലാബ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ടീച്ചേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും. ഓപ്ഷൻസ് ഉണ്ട്. മൈൻഡ് ടു എനർജി ലാബിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതുപോലെ ഓപ്ഷൻസുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്ന് സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അപ്പം ബിഫോർ യു ഗിവ് അപ്പ്, നിങ്ങൾ ആ സ്വപ്നത്തെ ഉപേക്ഷിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ട്രൈ അഗെയിൻ, ട്രൈ ചെയ്യും. നടക്കും, നിങ്ങൾക്ക് ഉറപ്പായിട്ട് നടക്കും. ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിരുന്നു നടക്കുമെന്ന്. കാലം മാറിയിട്ടുണ്ട്. നമ്മൾ മാറിയാൽ മാത്രം മതി. നമുക്ക് ഓപ്ഷൻസ് കൂടുതലുണ്ട്. നമ്മൾ അതിന് നിന്ന് കൊടുത്തേച്ചാൽ മാത്രമേ. ജസ്റ്റ് ട്രൈ ചെയ്യും, നടക്കും. ഇനി ദ ലാസ്റ്റ് പോയിന്റ് ഈസ് ബിഫോർ യു ഡൈ ലിവ് എന്നാണ്. മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ജീവിക്കണം എന്നുള്ളതാണ്. മരണം ഉറപ്പാണ്. നമ്മൾക്ക്, ഞാനും നിങ്ങളൊക്കെ മരിക്കും. അതിനു മുമ്പ് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ജീവിതമാവുന്നത്. ജീവിതത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ബ്രേക്ക് ദ കംഫർട്ട് സോൺ. അവനാണ് ജീവിക്കുന്നത്. നമ്മൾ കംഫർട്ട് സോണിൽ ഇരുന്ന് എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും ജീവിതമൊന്നുമല്ല. ജീവിതം എന്ന് പറയുന്നത് അതൊക്കെയും നിലനിർത്തി പുതിയതായ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ജീവിക്കുന്നുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാ ദിവസവും ചെയ്തു പോകുമ്പോൾ നമ്മളൊരു മെഷീൻ മാത്രമാണ്. ജസ്റ്റ് നമ്മളൊരു യന്ത്ര മനുഷ്യനാണ്. ഇന്ന് AIക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ നമ്മൾ വന്നപ്പോൾ ചെയ്യുന്നുള്ളൂ, അല്ലേ? നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാം. സിമ്പിൾ. പുതിയതായിട്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യും. പുതിയതായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് ശരിക്കും ഈ ലോകത്ത് നിങ്ങൾ ജീവിക്കുന്നത്. ഇന്നലത്തെ പോലെയാണ് ഇന്നും ഉള്ളതെങ്കിൽ പലപ്പോഴും നമ്മൾ ജീവിക്കുന്നില്ല. ഇന്ന് പുതിയ 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 എന്തെങ്കിലും നമ്മൾ ചെയ്യണം. അപ്പോഴാണ് നമ്മൾ ജീവിക്കുക. ബിഫോർ യു ഡൈ ലിവ്. അപ്പോൾ നമ്മൾ 8 പോയിന്റ് പറഞ്ഞു. ഒന്നുകൂടെ പറയട്ടെ പോയിന്റ്സ്. ഓക്കെ, ശ്രദ്ധിച്ചേക്കണേ. ബിഫോർ യു പ്രേ, ബിലീവ്. And before you speak, listen. Before you spend, earn. Before you quit, try. Before you write, think. Before you hurt, heal. Before you give up, try again. And before you die, live. ഈ 8 കാര്യങ്ങൾ നിങ്ങൾ ഹൃദയത്തിൽ വെക്കുക. എന്നിട്ട് ഇത് എല്ലാവരിലേക്കും എത്തിക്കുക. ഒരുപാട് സന്തോഷത്തോടെ, സ്നേഹത്തോടെ മറ്റൊരു കാര്യമായിട്ട് പിന്നീട് ഒരിക്കൽ കാണാം. നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും ഈ പറയുന്ന സംശയങ്ങളും, നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ചാറ്റ് ബോക്സിൽ ചോദിക്കാം. നമ്മൾ കഴിയും പോലെ നിങ്ങൾക്ക് മറുപടികൾ തരുന്നതാണ്. ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. എൻ്റെ അല്ല, നമ്മുടെ ഓഫീസിലെ നമ്പർ തരുന്നതാണ്. ഇൻഷാ അല്ലാഹ് തൽക്കാലം ഇന്ന് അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ബൈ ബൈ.